പുറപ്പാട് പുസ്തകം 11 അധ്യായം. അനന്തരം യഹോവ മോശയോട്, ഞാൻ ഒരു ബാധ കൂടി ഫറവോൻ മേലും മിസ്രയീമിൻ മേലും വരുത്തും. അതിനുശേഷം അവൻ നിങ്ങളെ ഇവിടെ നിന്നും വിട്ടയക്കുമ്പോൾ നിങ്ങൾ ഒട്ടൊഴിയാതെ ഇവിടെ നിന്ന് ഓടിച്ചു കളയും. ഓരോ പുരുഷൻ താന്താൻ്റെ അയൽക്കാരനോടും ഓരോ സ്ത്രീ താന്താൻ്റെ അയൽക്കാരത്തിയോടും വെള്ളിയാഭരണങ്ങളും പൊന്നാഭരണങ്ങളും ചോദിപ്പാൻ നീ ജനത്തോട് പറക എന്ന് കൽപ്പിച്ചു. യഹോവ മിസ്രയീമ്യർക്ക് ജനത്തോട് കൃപ തോന്നുമാറാക്കി. വിശേഷാൽ മോശ എന്ന പുരുഷനെ മിസ്രയീം ദേശത്ത് ഫറവോന്റെ ഭൃത്യന്മാരും പ്രജകളും മഹാശ്രേഷ്ഠനായി വിചാരിച്ചു. മോശ പറഞ്ഞതെന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, അർദ്ധരാത്രിയിൽ ഞാൻ മിസ്രയീമിന്റെ നടുവിൽ കൂടി പോകും. അപ്പോൾ സിംഹാസനത്തിൽ ഇരിക്കുന്ന ഫറവോന്റെ ആദ്യജാതൻ മുതൽ തിരികല്ലിങ്കൽ ഇരിക്കുന്ന ദാസിയുടെ ആദ്യജാതൻ വരെയും മിസ്രയീം ദേശത്തുള്ള കടിഞ്ഞൂൽ ഒക്കെയും മൃഗങ്ങളുടെ എല്ലാ കടിഞ്ഞൂലും ചത്തുപോകും. മിസ്രയീം ദേശത്ത് എങ്ങും മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തതും ഇനിയും ഉണ്ടാകാത്തതുമായ വലിയൊരു നിലവിളി ഉണ്ടാകും. എന്നാൽ യഹോവ മിസ്രയീമ്യർക്കും ഇസ്രായേല്യർക്കും മധ്യേ വ്യത്യാസം വയ്ക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഇസ്രായേൽ മക്കളിൽ യാതൊരു മനുഷ്യൻ്റെയോ മൃഗത്തിൻ്റെയോ നേരെ ഒരു നായ് പോലും നാവ് അനക്കുകയില്ല. അപ്പോൾ നിന്റെ സകല ഭൃത്യന്മാരും എൻ്റെ അടുക്കൽ വരും. നീയും നിന്റെ കീഴിലിരിക്കുന്ന സർവ്വജനവും കൂടെ പുറപ്പെടുക എന്ന് പറഞ്ഞ് എന്നെ നമസ്കരിക്കും. അതിൻ്റെ ശേഷം ഞാൻ പുറപ്പെടും. അങ്ങനെ അവൻ ഉഗ്രകോപത്തോടെ ഫറവോന്റെ അടുക്കൽ നിന്നും പുറപ്പെട്ടുപോയി. യഹോവ മോശയോട്, മിസ്രയീം ദേശത്ത് എൻ്റെ അത്ഭുതങ്ങൾ പെരുകേണ്ടതിന് ഫറവോൻ നിങ്ങളുടെ വാക്കുകൾ കേൾക്കയില്ല എന്ന് അരുളിച്ചെയ്തു. മോശയും അഹരോനും ഈ അത്ഭുതങ്ങളൊക്കെയും ഫറവോന്റെ മുമ്പാകെ ചെയ്തുവെങ്കിലും യഹോവ ഫറവോന്റെ ഹൃദയത്തെ കഠിനമാക്കി. അവൻ ഇസ്രായേൽ മക്കളെ തൻ്റെ ദേശത്ത് നിന്ന് വിട്ടയച്ചതുമില്ല. ഇങ്ങനെ 11 അധ്യായം അവസാനിക്കുന്നു.